മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ബിജെപിക്കാർ കയ്യേറ്റം ചെയ്തു. മീഡിയ വൺ റിപ്പോർട്ടർ സഫാൻ ഉൾപ്പെടെയുള്ളവരെ കോണിപ്പടിയിൽ നിന്ന് തള്ളി താഴെയിട്ടു. ഞങ്ങൾ കൈകാര്യം ചെയ്തു. സിജോ വി ജോൺ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, എന്താണ് അവിടെ നടന്നത്? എന്താണ് ഈ ബിജെപി പ്രവർത്തകരെ പ്രകോപിതരാക്കിയത്? ആദ്യഘട്ടത്തിൽ അവിടെ എത്തുന്ന സമയത്ത് ഏതാനും ചില പാർട്ടി പ്രവർത്തകർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കൂടുതൽ പാർട്ടി പ്രവർത്തകരും ആദ്യം പിന്നീട് പോലീസുമൊക്കെ അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം നമ്മൾ പുറത്തു നിന്നു. അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് ഈ നമ്മൾ വാർത്ത അകത്ത് കയറുന്നു. തുടരെയാണ് ഈ മരണത്തിന് കാരണമായത് ബിജെപി നേതാക്കൾ, അതിൽ ചില ആളുകൾക്ക് ചില പങ്കുണ്ടെന്നുള്ള സംബന്ധിച്ച് വരുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചില വിവരങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇതൊരു സൊസൈറ്റി രൂപീകരിച്ചിരുന്നു. ആ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വത്തെ പലപ്പോഴും കണ്ടെങ്കിൽ അവരാരും സഹായിച്ചിട്ടില്ല. ആ ഒരു മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതാണ് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ ചൊടിപ്പിക്കുന്നത്. അത്തരത്തിലൊരു സംഭവമേ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെയുള്ള പ്രവർത്തകർ പറയുന്നത്. അതൊരു കെട്ടിടത്തിന് മുകളിൽ നിലയിൽ നിൽക്കുകയായിരുന്നു. അവിടുന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് പോകുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം പുറത്തോട്ട് വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകരെ ആദ്യം ഉന്തി തള്ളി പുറത്തേക്ക് തള്ളിവിടുന്നത്. ഏതാനും മാധ്യമപ്രവർത്തകർ അവിടെ വീഴുകയും ചെയ്തു. നമ്മുടെ സഫാനും അതോടൊപ്പം തന്നെ ഉന്നി ഒക്കെ ഉൾപ്പെടെ അവിടെ നിന്ന് അവരെ തള്ളി മാറ്റി ഉന്തി വീണ് അങ്ങനെ പുറത്തോട്ട് പോരുകയാണ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫറുകളെ ക്യാമറയും അവർ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു കാരണവശാലും ബിജെപി നേതൃത്വത്തിനെതിരെ, നേതാക്കൾക്കെതിരെ അത്തരത്തിൽ വാർത്തകൾ കൊടുക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് പോലും ഈ പറയുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന ബിജെപിയുടെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ആ മർദ്ദനം ഉണ്ടാവുന്ന സമയത്ത് ഇവരെ തടയുന്നതിനോ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് പുറത്ത് ഇറക്കിയതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് അവർ ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും രാവിലെ മാധ്യമപ്രവർത്തകർ നൽകിയിരിക്കുന്ന വാർത്ത അതേപടി തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ്. അതെ, ഇതിപ്പോൾ ഈ മാധ്യമങ്ങൾ നൽകിയ വാർത്ത തെറ്റാണ് അല്ലെങ്കിൽ ഊതിപ്പിരിപ്പിച്ച് കാണിച്ചു എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. നേതൃത്വത്തിനെതിരെ ഒക്കെ പറയുന്നില്ലേ അതിൽ? അനിൽ, ആത്മഹത്യാക്കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യയിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഒരു സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അയാൾ. 7 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ഈ സംഘത്തിൽ നിന്ന് വായ്പ നൽകിയത്. അത് പിന്നീട് പല ആളുകളും തിരിച്ചടയ്ക്കാതായി. അക്കാര്യത്തിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പണം നിക്ഷേപിച്ച ആളുകൾ, പല ആളുകളും ഇതിനായി പണമായിട്ട് വന്നപ്പോൾ ഈ പണം വായ്പ നൽകിയിരിക്കുന്ന ആളുകളെ പല ആളുകളെ കോൺടാക്ട് ചെയ്തെങ്കിലും ആ സമയത്ത് പോലും അവർ തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ല. ഇക്കാര്യം താൻ നേതൃത്വത്തെ അറിയിച്ചു. നേതൃത്വത്തിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടിയില്ല. അങ്ങനെ താൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. കേസെല്ലാം തന്റെ തലയിലായി. അങ്ങനെ അതേ ഒരു മനോവിഷമത്തിലാണ് താൻ ആത്മഹത്യ ചെയ്തതെന്നുള്ള ഒരു കാര്യമാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ബിജെപിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. CPM ഈ സംഘത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം വേണമെന്നാണ് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല മറ്റന്നാൾ ഓരോ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരമനുസരിച്ച് അനിലിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണം എന്ന നിലയിലാണ് കേസെടുത്തിരിക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അത്തരത്തിൽ വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം തുടരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്.